സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ. വാട്ട് ഈസ് ഇൻ എ നെയിം? ഒരു പേരിൽ എന്തിരിക്കുന്നു ചോദിക്കുന്നത് ഞാനല്ല, ഷേക്സ്പിയറാണ്. അദ്ദേഹം ഇങ്ങനെ തുടരുന്നു: ദാറ്റ് വിച്ച് വി കോൾ എ റോസ് ബൈ എനി അതർ നെയിം വുഡ് സ്മെൽ ജസ്റ്റ് ആസ് സ്വീറ്റ്. That which we call a rose by any other name would smell just as sweet എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു റോസാപ്പൂ, അതിനെ നമ്മൾ റോസി എന്നോ ലിസി എന്നോ എന്തൊക്കെ വിളിച്ചാലും അതിൻ്റെ മാധുര്യവും അതിൻ്റെ ചാരുതയും അതിൻ്റെ സുഗന്ധവും എവിടെ പോകാനാണ്? പേരിൽ അർത്ഥമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം മഹാനാണ്, അദ്ദേഹം പറയുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷേ നമ്മൾ ആധുനിക സിനിമ ലോകത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമാ നടന്മാർ എല്ലാവരും, മിക്കവരും തന്നെ പേര് മാറ്റി സിനിമയിൽ അഭിനയിച്ചവരാണ്. ഒന്നില്ലെങ്കിൽ സ്വയം മാറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസറുടെയോ അല്ലെങ്കിൽ ഡയറക്ടറുടെയോ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ചെയ്തതായിരിക്കാം. പക്ഷേ സിനിമയിൽ നാം കേൾക്കുന്ന പേരല്ല അവരുടെ പലരുടെയും യഥാർത്ഥ പേര്. അതിലേക്കാണ് നാം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ണോടിക്കുന്നത്. ആദ്യം ഹിന്ദിയിൽ ദിലീപ് കുമാർ, യഥാർത്ഥ പേര് യൂസഫ് ഖാൻ. ഗുരുദത്ത്, സാഹിബ് ബീബി ഔർ ഗുലാം എന്ന ചിത്രത്തിലെ അതുല്യ അഭിനയ പ്രതിഭ ഗുരുദത്ത്. അദ്ദേഹത്തിൻ്റെ പേര് വസന്തകുമാർ ശിവശങ്കർ പദുക്കോൺ എന്നായിരുന്നു. പ്രദീപ് കുമാർ, ബാദ്ഷാ റോഡുകളിൽ തിളങ്ങിയ നടൻ, അന്തരിച്ചുപോയി. ശീതൽ ഭട്യാൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ദേവാനന്ദ്, അദ്ദേഹത്തിൻ്റെ പേര് ദേവദത്ത് പിഷാരിമൽ ആനന്ദ് എന്നായിരുന്നു. ദേശഭക്തി ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രസിദ്ധനായ മനോജ് കുമാർ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഹരികൃഷ്ണ ഗിരി ഗോസ്വാമി എന്നായിരുന്നു. രാജ്കുമാർ, വക്ത്, ഘരാന തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രസിദ്ധ നടൻ ബഷർ രാജ്കുമാർ, അദ്ദേഹത്തിൻ്റെ പേര് കുൽഭൂഷൺ പണ്ഡിറ്റ് എന്നായിരുന്നു എന്ന് ഓർക്കുക. ദുഃഖ റോളുകളിൽ അഭിനയിച്ച് പ്രശസ്തി നേടിയ മീനാകുമാരി, ജബീൻ ഭാനു എന്നായിരുന്നു അവരുടെ പേര്. നർഗീസ്, മദർ ഇന്ത്യയിലെ അതുല്യ അഭിനയം, സുനിൽ ദത്തിൻ്റെ ഭാര്യ ഫാത്തിമ റഷീദ് എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര്. മല്ലിക ഷെരാവത്ത്, സ്വല്പം പുതിയ ധൈര്യത്തോടുകൂടി പല റോളുകളും അഭിനയിക്കുന്ന മല്ലിക ഷെരാവത്ത്, അവരുടെ യഥാർത്ഥ പേര് റീമ ലാംബ എന്നായിരുന്നു. മീനാക്ഷി ശേഷാദ്രിയുടെ യഥാർത്ഥ പേര് ശശികല. അടുത്ത വ്യക്തി നിങ്ങൾ ശരിക്കും ഓർക്കണം, സണ്ണി ലിയോണാണ്. അവരുടെ യഥാർത്ഥ പേര് കരൺജിത് കൗർ വോഹ്റ എന്നായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ഇനി നമുക്ക് തമിഴിലേക്ക് വന്നാൽ ശിവാജി ഗണേശൻ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വില്ലുപുരം ചിന്നയ്യ ഗണേശൻ എന്നായിരുന്നു. വില്ലുപുരം ചിന്നയ്യ ഗണേശൻ അഥവാ VC ഗണേശൻ എന്നായിരുന്നു യഥാർത്ഥ പേര്. കമലഹാസൻ, അദ്ദേഹത്തിന് അച്ഛനമ്മമാരുടെ പേര് പാർത്ഥസാരഥി. MGR, മലയാളിയാണ്. മരുതൂർ ഗോപാലൻ രാമചന്ദ്രൻ. തെലുങ്കിലെ ചിരഞ്ജീവി, അദ്ദേഹത്തിൻ്റെ പേര് K ശിവശങ്കര വരപ്രസാദ് എന്നായിരുന്നു. നാഗേഷ് ഗുണ്ടുറാവു. രജനികാന്ത്, അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ്. ശിവാജി റാവു ഗെയ്ക്വാദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. നടൻ ആര്യ, അദ്ദേഹം മലയാളിയാണ്, കാസർഗോഡുകാരനാണ്. ജംഷാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്രസന്ന, നടി സ്നേഹയുടെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ പേര് മോഹന്തി എന്നാണ്. അർജുൻ, ആക്ഷൻ കിങ് അർജുൻ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശ്രീനിവാസ സർജ. കൗണ്ടമണി, പഴയകാല തമാശ നടൻ, അദ്ദേഹത്തിൻ്റെ പേര് സുബ്രഹ്മണ്യ കറുപ്പയ്യ എന്നാണ്. വിജയകുമാർ, അച്ഛൻ വേഷങ്ങളിൽ തിളങ്ങുന്ന നടനാണ്. പഞ്ചാക്ഷരം രംഗസ്വാമി പിള്ളൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നടനും സംവിധായകനുമായ SJ സൂര്യ, അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിൻ സെൽവരാജ് എന്നാണ്. സത്യരാജ്, നമ്മുടെ കട്ടപ്പ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാഗരാജ് സുബ്ബയ്യ എന്നാണ്. നടൻ സൂര്യ, അദ്ദേഹത്തിൻ്റെ ശരി പേര് ശരവണൻ എന്നാണ്. വിക്രം, ജോൺ വിക്ടർ കെന്നഡി, അതാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര്. വിജയ് ജോസഫ് വിജയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യഥാർത്ഥ പേര് പ്രകാശ് രാജ്, അദ്ദേഹം കർണാടകക്കാരനാണ്. യഥാർത്ഥ പേര് പ്രകാശ് റായ് എന്നാണ്. ജീവ, B അമർ. ധനുഷ്, വെങ്കടേഷ് പ്രഭു. മുന്ന, കെന്നി. വിഷ്ണുവർദ്ധൻ, സമ്പത്ത് കുമാർ. വിശാൽ കൃഷ്ണ റെഡ്ഡി. കരുണാസ്, തമാശ നടൻ, കോമഡി നടൻ. കരുണാനിധി സേതു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
സൂര്യയുടെയും കാർത്തികിൻ്റെയും അച്ഛനായ ശിവകുമാർ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം പളനിസ്വാമി എന്നായിരുന്നു. നമ്മുടെ ജമിനി ഗണേശൻ, അദ്ദേഹത്തിൻ്റെ പേര് രാമസ്വാമി ഗണേശൻ എന്നാണ്. അടുത്ത പേര് നമ്മൾ സൂക്ഷിക്കണം, SPB, ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രീപതി പണ്ഡിരാദ്യുല സുബ്രഹ്മണ്യം എന്നായിരുന്നു. ശ്രീപതി പണ്ഡിരാദ്യുല ബാലസുബ്രഹ്മണ്യം, SPBയുടെ യഥാർത്ഥ പേര് അങ്ങനെയായിരുന്നു. മണിരത്നം സംവിധായകനായ അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലരത്നം സുബ്രഹ്മണ്യൻ എന്നാണെന്ന് നിങ്ങൾ അറിയുക. തമിഴ് നടിയായ, പഴയകാല നടിയായ ദേവിക, നമ്മുടെ പുതിയ നടി കനകയുടെ അമ്മ, അവരുടെ യഥാർത്ഥ പേര് പ്രമീള ദേവി എന്നായിരുന്നു. സന്ധ്യ, ജയലളിതയുടെ അമ്മ സന്ധ്യ നടി, അവരുടെ പേര് വേദവല്ലി എന്നായിരുന്നു. തമാശ റോളുകൾ അഭിനയിക്കുന്ന മനോരമ, അവരുടെ പേര് ഗോപിശാന്ത എന്നായിരുന്നു. അതും നിങ്ങൾ ഓർക്കുക. പുതിയ കാല നടികളിലേക്ക് വന്നാൽ അനുഷ്ക ഷെട്ടി, നമ്മുടെ ബാഹുബലിയിൽ അഭിനയിച്ച അനുഷ്ക ഷെട്ടി, അവരുടെ യഥാർത്ഥ പേര് സ്വീറ്റി എന്നായിരുന്നു. ഓർക്കുക. സ്നേഹ, അവരുടെ യഥാർത്ഥ നാമധേയം സുഹാസിനി എന്നാണ്. സിമ്രാൻ ഋഷിബാല. സദാഫ് മുഹമ്മദ് സയ്യിദ്. തമന്ന ഭാട്ടിയ, അവരുടെ ബാഹുബലിയിലെ റോൾ നിങ്ങൾ ഓർക്കുമല്ലോ. സാമന്ത റൂത്ത് പ്രഭു. റോജ ലതാ റെഡ്ഡി. ശരണ്യ പൊൻവണ്ണൻ, അമ്മ റോഡുകളിൽ തമിഴിൽ അഭിനയിക്കുന്നവരാണ്. ഷീലാരാജ് എന്നാണ് അവരുടെ യഥാർത്ഥ നാമധേയം. ഖുഷ്ബു, പേര് കേട്ട് ഞെട്ടരുത്, നഖത് ഖാൻ. ഗായിക എല്ലാർ ഈശ്വരി, തമിഴിലും മലയാളത്തിലും ധാരാളം ഗാനങ്ങൾ പാടിയ എല്ലാർ ഈശ്വരി, അവരുടെ യഥാർത്ഥ നാമധേയം ലൂർദ് മേരി രാജേശ്വരി എന്നായിരുന്നു എന്ന് നിങ്ങൾ അറിയുക. മലയാളത്തിലേക്ക് നാം കടക്കുകയാണ്. സത്യൻ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സത്യനേശൻ നാടാർ എന്നായിരുന്നു. പ്രേം നസീർ അബ്ദുൽ ഖാദർ. പ്രേം നവാസ് അബ്ദുൽ വഹാബ്. GK പിള്ള, G കേശവ പിള്ള. അടൂർ ഭാസി, K ഭാസ്കരൻ നായർ. തിലകൻ, സുരേന്ദ്രനാഥ തിലകൻ. ദിലീപ്, ഗോപാലകൃഷ്ണൻ. കുതിരവട്ടം പപ്പു, പത്മദളാക്ഷൻ. മമ്മൂട്ടി, മുഹമ്മദ് കുട്ടി. നെപ്പോളിയൻ, നമ്മുടെ രാവണപ്രഭുവിലൊക്കെ അഭിനയിച്ച നെപ്പോളിയൻ. വഴിമാറട മുണ്ടക്കൽ ശേഖര എന്ന് മോഹൻലാൽ പറയുന്ന ആ നടൻ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കുമരേശൻ. മധു, മാധവൻ നായർ. ആലുംമൂടൻ, AJ ഡൊമിനിക്. സുധീർ, നമ്മുടെ ചെമ്പരത്തി സിനിമയിൽ അഭിനയിച്ച നായകൻ. അബ്ദുൽ ഹക്കീം, അന്തരിച്ചുപോയി. മണിയൻ പിള്ള രാജു. സുധീർ കുമാർ. കുഞ്ചൻ, കോമഡി നടൻ. മോഹനൻ. കൊല്ലം തുളസി, S തുളസീധരൻ നായർ. MS തൃപ്പൂണിത്തറ വെങ്കട്ടരാമൻ, നമ്മുടെ ബഹദൂർ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം കുഞ്ഞാലി. നടൻ ജയൻ കൃഷ്ണൻ നായർ. ടീനി ടോം, തമാശ നടൻ. ദേവസി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം. ഇന്ദ്രൻസ്, സുരേന്ദ്രൻ. കൈലാഷ്, CB വർഗീസ്. മണിക്കുട്ടൻ തോമസ്. ബൈജു, ലൂസിഫർ സിനിമയിലെ ക്ലൈമാക്സ് സീനിൽ അഭിനയിച്ച ബൈജു, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം B സന്തോഷ് കുമാർ എന്നാണ്. വില്ലൻ റോളുകളിൽ അഭിനയിക്കുന്ന കിരൺ രാജ്, അദ്ദേഹത്തിൻ്റെ പേര് ബിജു രവീന്ദ്രൻ എന്നാണ്. ഗായിക മാധുരി, ശിവജ്ഞാനം എന്നാണ് അവരുടെ ശരിയായ പേര്. JC കുറ്റിക്കാർ, അവരുടെ അദ്ദേഹത്തിൻ്റെ പഴയ നടനാണ്, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജോസഫ് ചിന്നൻ കുറ്റിക്കാട് എന്നായിരുന്നു, ഓർക്കുക. സംഗീത സംവിധായകൻ ശ്യാം സാമുവൽ ജോസഫ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സത്യൻ അന്തിക്കാട്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം മരവെട്ടിക്കൽ MK സത്യൻ എന്നാണ്. ഭദ്രൻ, സ്ഫടികമൊക്കെ ഡയറക്റ്റ് ചെയ്ത ഭദ്രൻ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം തോമസ് കുട്ടി എന്നാണ്. PB ശ്രീനിവാസ്, പേര് കേട്ട് നിങ്ങൾ പേടിക്കരുത്, പ്രതിവാദി ഭയകരം ശ്രീനിവാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകാരനായ PB ശ്രീനിവാസിൻ്റെ പേര്. MB ശ്രീനിവാസനുണ്ട്, പഴയകാലത്തെ സംഗീത സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ പേര് മാനാമധുരൈ ബാലകൃഷ്ണ അയ്യങ്കാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ നമ്മുടെ ഇപ്പോൾ പുതിയ തലമുറയിൽ നമ്മൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ കാണുന്ന ജഡ്ജ് റോളിലൊക്കെ എപ്പോഴും ഇരിക്കുന്ന സംഗീത സംവിധായകൻ ശരത്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സുജിത്ത് എന്നായിരുന്നു എന്നും നിങ്ങൾ അറിയുക. നരേൻ, സുനിൽകുമാർ. സണ്ണി വെയിൻ, സുജിത്ത് ഉണ്ണികൃഷ്ണൻ. മലയാള നടിമാരിലേക്ക് കടക്കുകയാണ്. ഷീല
ക്ലാര, മിസ് കുമാരി, ഭരണങ്ങാനം ത്രേസ്യാമ്മ, ചിത്രം എന്ന ചിത്രത്തിൽ അഭിനയിച്ച രഞ്ജിനി സാക്ഷ സെൽവരാജ്, ജയഭാരതി ലക്ഷ്മി ഭാരതി, KPC ലളിത, മഹേശ്വരി അമ്മ, കോഴിക്കോട് ശാന്താദേവി, ദമയന്തി, കുട്ടിയേട്ടത്തി വിലാസിനി, ബ്രോണി, ഉർവശി, കവിത രഞ്ജിനി, പാർവതി നമ്മുടെ ജയറാമിൻ്റെ ഭാര്യ, അശ്വതി കുറുപ്പ്, ശാരദ സരസ്വതി ആന്ധ്രക്കാരിയാണ്, സിൽക്ക് സ്മിത വിജയലക്ഷ്മി, ഇനിയ ശ്രുതി സാവന്ത്, ജാസ്മിൻ മേരി, ഭാവന കാർത്തിക മേനോൻ, നയൻതാര ഡയാന മറിയം കുര്യൻ, ഉഷ ഹസീന ഹനീഫ്, അഭിരാമി ദിവ്യ, കനിഹ ദിവ്യ വെങ്കട സുബ്രഹ്മണ്യം, മൈഥിലി ബ്രൈറ്റി ബാലചന്ദ്രൻ, ഇളവരശി മഞ്ജു ശർമ്മ, രംഭ വിജയലക്ഷ്മി, ചിപ്പി ദിവ്യ ഷാജി, ഏപ്രിൽ 19 അഭിനയിച്ച നന്ദിനി, കവിത എന്നാണ് അവരുടെ യഥാർത്ഥ പേര്, ഗോപിക ഗേളിയാൻഡോ, കാർത്തിക ലിഡിയ ജേക്കബ്, നവ്യ നായർ, ധന്യ വീണ, ഭാമ രഖിത, അനന്യ ആയില്യ, പൃഥ്വിരാജിൻ്റെയൊക്കെ അമ്മ മല്ലിക, അവരുടെ യഥാർത്ഥ നാമധേയം മോഹമല്ലിക, നടി മോഹിനി മഹാലക്ഷ്മി, മിയ ജോർജ്, അവരുടെ യഥാർത്ഥ പേര് ജിനി ജോർജ് എന്നായിരുന്നു. അമല, എൻ്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിൽ അഭിനയിച്ച അമല, അവരുടെ പേര് അമല മുഖർജി എന്നായിരുന്നു. നാദിയ മൊയ്തു, സറീന മൊയ്തു, നഗ്മ നന്ദിത മൊറാർജി, രേവതി ആശ കേളുണ്ണി, ഭാനുപ്രിയ മംഗഭാമ, തമാശ റോഡുകളിൽ അഭിനയിക്കുന്ന മുംതാസ്, നഗ്മ ഖാൻ എന്നായിരുന്നു അവരുടെ പേര്. രേഖ, കിഴക്കുളരും പക്ഷിയിൽ അഭിനയിച്ച രേഖ, അവരുടെ പേര് ജോസഫൈൻ എന്നായിരുന്നു. മാധു, കുട്ടേട്ടൻ സിനിമയിൽ അഭിനയിച്ച മാധു, അവരുടെ പേര് മാധവി എന്നാണ്. അപ്പോൾ നമ്മൾ ഷേക്സ്പിയർ സാഹിബ് പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ചെറിയ വ്യത്യാസം ഇവിടെ വരുത്തേണ്ടിയിരിക്കുന്നു. അതിങ്ങനെയാണ്: നെയിംസ് ഐഡൻറ്റിഫൈ യു, ഹാവ് എ റിതം ആൻഡ് മീനിങ്, reflecting your family and culture. Remembering a name and saying it is a genuine compliment. It also gives us a sense of who we are, the communities we belong to, and the place we live in this world. അതായത് നമുക്കൊരു വ്യക്തിത്വം നൽകുന്നു പേര് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഷേക്സ്പിയർ പറഞ്ഞ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പാഠഭേദം നമ്മൾ വരുത്തുകയാണ്. അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് കാണുക. നിങ്ങൾ യൂട്യൂബിൽ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസ്, ക്യാപിറ്റൽ വി വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസ് എന്ന് എഴുതി സെർച്ച് ചെയ്താൽ ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇനി കാണുന്നത് വരെ നിങ്ങൾക്കെവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.